മഴ തോരും മുമ്പേടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി മക്കളായിട്ട് വഴക്കുണ്ടാക്കണേ, ഒരു കൈ സഹായിക്കാണ്ട് ടി വിയും കണ്ടിരിക്കണ്. നാണമില്ല, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഒലയ്ക്ക പുഴുങ്ങി തരും, ഇനി നാളെ തുടങ്ങി ഒന്നും ചെയ്തു തരില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വഴക്കുണ്ടാക്കണം. അപ്പം മക്കൾ പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ വേണ്ടേ, അമ്മയ്ക്ക് ഇത്തിരിയെങ്കിലും നാണുണ്ടോ ഞങ്ങളോട് ഇതൊക്കെ പറയാൻ? അമ്മ എന്താ ഞങ്ങൾ എന്താ ചെയ്തത്? അമ്മ വന്നപ്പോൾ ഞങ്ങളെല്ലാ പണിയും ചെയ്തിരുന്നതല്ലേ, ഇപ്പം എന്തായി? ഈ സുനിത ചേച്ചിക്ക് സ്പെഷ്യൽ ഓരോ ജോലിക്കും പ്രത്യേകിച്ച് പണം കൊടുത്ത് അമ്മ പിടിച്ച് നിർത്തി. ഞങ്ങളെല്ലാം ചെയ്തിരുന്നതല്ലേ എന്ന് ചോദിക്കും. അത് ശരിയണില്ല, നിങ്ങൾ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം, സുനിത ഇല്ലല്ലോ, സുനിത പോയില്ലേ, അപ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാനൊരു വയ്യാത്ത സ്ത്രീയാണ്, ഞാനൊരു അമ്മേനെ എന്നുള്ളൊരു പരിഗണന എനിക്ക് തരുന്നുണ്ടോ? ഇപ്പോൾ അമ്മയ്ക്ക് എന്താ വേണ്ടത്? അമ്മനെ ഞങ്ങൾ സഹായിക്കണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ബബിത എന്ത് ചെയ്യണമെന്ന് കൃഷ്ണനോട് ചോദിക്കും. കൃഷ്ണ പറയും പോയി ചെയ്യാമെന്ന് പറയും. അങ്ങനെ അടുക്കളയിൽ പോയി കഴിഞ്ഞിട്ട് തൈരൊക്കെ ഇങ്ങനെ ഉടച്ച് ചട്ടിലേക്കൊക്കെ ഒഴിക്കണം. അപ്പോൾ അത് മിക്സിയിൽ അടിച്ചുവിടേടിയെന്ന് പറയും. അതൊന്നും വേണ്ട, ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ അലീന ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ദേഷ്യം വരും പെട്ടെന്ന്. അപ്പോൾ കൃഷ്ണമോളുടേതായ ജോലികൾ ചെയ്യും. ബബിതയും അടുക്കളയിൽ നിന്ന് ചെയ്യണേ പറയും, ഞങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമില്ലാത്ത ആൾക്കാരെ കാര്യങ്ങൾ പറയേണ്ട, അത് എനിക്കിഷ്ടമല്ല കേൾക്കാമെന്ന് പറയും. അത് ശരി, അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ഇഷ്ടമില്ലാത്തവരെ ഞാൻ എന്നും എതിർക്കും എന്ന് പറയും. അപ്പോൾ അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടമല്ലല്ലേ എന്ന് ചോദിക്കും. ഞാൻ ഓർമ്മ വെച്ച കാലം തുടങ്ങി അമ്മ എങ്ങനെയാണെന്ന് പറയും. അപ്പോൾ പിന്നെ ഞാനെങ്ങനെ നേരെയാവാ, ഞാനത് കണ്ടല്ലേ വളർന്നത്, നീ ആവശ്യമില്ലാത്ത പറയാൻ നിൽക്കണ്ടെന്ന് പറയും. അപ്പോൾ ചോദിക്കും, ശരി ഞാനൊന്നും പറയണില്ല, ഞാൻ ഇനി ഒന്നും മിണ്ടണില്ല എന്ന് പറയും. അങ്ങനെ മിണ്ടാണ്ട് മൗനമായിട്ടിരിക്കും. അപ്പോൾ കൃഷ്ണമോള് വരും. കൃഷ്ണമോള് ചോദിക്കും, ഇവിടെ എന്താണ് ഒരു മൗനം? അത് അവൾ എന്നായിട്ട് വഴക്കുണ്ടാക്കണമെന്ന് അറിയാം, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തൊള്ളർന്ന് പറയടി എന്ന് പറയും. അമ്മയല്ലേ പറഞ്ഞത് വായടച്ച് മിണ്ടാണ്ടിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് തറുതല പറയുന്നു ബബിത. അപ്പോൾ മുറ്റടിക്കുന്ന കാര്യം വരും. ഇനി മുറ്റം ആരടിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ അടിക്കണ്ടല്ലോ, രോഹിയേട്ടൻ അടിച്ചോളൂ എന്ന് പറയും. നിനക്ക് നാണില്ലേടി അവനെ കൊണ്ട് അടിപ്പിക്കാൻ, അവരൊരു ആൺകുട്ടീന്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല, നല്ല രസം അല്ലീന ചേച്ചി ഉള്ളപ്പോൾ. ഒരു ദിവസം രോഹിയേട്ടൻ അടിക്കും, ഒരു ദിവസം ഞാൻ അടിക്കും, ഒരു ദിവസം ബബിത ചേച്ചി അടിക്കും, ഒരു ദിവസം അല്ലീനേച്ചി അടിക്കും. ഞങ്ങൾ അങ്ങനെയായിരുന്നു എന്നറിയും. ഒരു കുലീന, നിങ്ങൾക്ക് നാണാവില്ലടി അവളെ പേര് പറയാൻ, കുടുംബം തകർത്ത് അച്ഛൻ്റെ അമ്മനെയും ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി, അങ്ങനെ പല കാര്യങ്ങളും അവളിവിടെ ഉണ്ടാക്കി, എന്നിട്ടും അവളെ പേര് പറയാൻ ഒരു ഉളുപ്പില്ല എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾക്ക് ഒരു ഉളുപ്പില്ല, ഞങ്ങളെ ചേച്ചീന് ഞങ്ങൾക്കറിയാം അലീന ചേച്ചി ഈ കുടുംബത്തെ എന്താ ചെയ്തതെന്ന്, ഞങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തത് ചേച്ചിയിരുന്നു, ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതും ചേച്ചീന്, അതുകൊണ്ട് അമ്മ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയും. അപ്പോൾ രോഹിത് അവിടെ വരും. എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കും. ചൂലെടുത്ത് മുറ്റടിക്കുന്ന കാര്യം രോഹിയേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടെന്നാണ് പറയുന്നത്. അതെന്താ, അമ്മ ഇത്രയും നാൾ വയ്യാണ്ട് കിടന്നപ്പോൾ അമ്മ കാണാണ്ടാണ്, ഞങ്ങളും നല്ല അസലായിട്ട് തന്നെയാണ് ഞാൻ മുറ്റടിച്ചിരുന്നത്, അമ്മ വേണമെങ്കിൽ ഒന്ന് കണ്ടോ, നിങ്ങൾ എന്ത് വേണം ചെയ്തോ, എനിക്ക് എന്താണെന്ന് പറയും. അപ്പോൾ അബിതരെ ഫോൺ കൊടുത്തിട്ട് പറയും, ഇന്നടി ഫോൺ അലീനേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്നോട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു പറയും. പെട്ടെന്ന് തന്നെ വൈജയന്തി ഫോൺ തട്ടിപ്പറിക്കും. അങ്ങനെ ഇപ്പോൾ നീ സംസാരിക്കേണ്ട, അമ്മ മര്യാദയ്ക്ക് എൻ്റെ ഫോൺ താന്ന് പറയും. ഇല്ല തരില്ല, നീ ആദ്യം ഇവിടുത്തെ പണികളൊക്കെ തീർക്ക് ഒരലീന. അമ്മ ഫോണിലേക്ക് തരില്ല ഒട്ടും. ഇല്ല, തൽക്കാലം നീ ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി, നീയൊന്നും കാശ് കൊടുത്ത് മേടിച്ചതല്ലല്ലോ എൻ്റെ ഫോൺ എന്ന് പറയാൻ, ഇത് ഞാനും നിൻ്റെ അച്ഛനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിൽ നിന്ന് മേടിച്ചതാണ്, അതുകൊണ്ട് ഇനി നീ ഫോണിൻ്റെ കാര്യം നീ ആലോചിക്കുക വേണ്ട. ഉറപ്പാണോ, തരില്ലല്ലോ എന്ന് ചോദിക്കും. ഇല്ല, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വൈജയന്തിയുടെ ഫോൺ മേശമേരിക്കുണ്ടാവും, അതെടുത്ത് പപ്പിതോടും എനിക്ക് ഇതായാലും മതി എന്ന് പറയും. വേണ്ടി എൻ്റെ ഫോൺ താടി എന്ന് പറയും. ഇല്ല തരില്ല, അമ്മ അത് പിടിച്ചോളാൻ പറയും. അങ്ങനെ അതെടുത്ത് കൊടുക്കണ്. ബബിത വൈജയന്തിൻ്റെ ഫോൺ കൊണ്ടോടും. മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് അലീനനെ വിളിക്കുമ്പോൾ അലീനയ്ക്ക് ആകെ ടെൻഷനാവും. വൈജയന്തിൻ്റെ നമ്പറും വേണമല്ല, എന്ത് വഴക്ക് പറയാനാണാവോ എന്ന് വിചാരിച്ച് വിളിക്കും. ഫോൺ എന്നാലും പേടിച്ചെടുക്കുകയല്ലോ എന്ന് ചോദിക്കും. എടി നശിച്ചവളെ, കുടുംബം കലക്കിയവളെ, ദ്രോഹി, നീ എന്തിനാടി നീ വിളിച്ചത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ബബിത എന്ന് മനസ്സിലാവും. അയ്യോടി ഇതാരാണ്, നീ എന്താ മേഡത്തിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കണേന്ന് ചോദിക്കും. എന്തായാലും അലീന ചേച്ചി ചെറുതായിട്ടൊന്ന് പേടിച്ചില്ലേന്ന് ചോദിക്കും. ചെറുതായിട്ടൊന്ന് പേടിച്ച്, വഴക്ക് കേൾക്കാൻ വേണ്ടി പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് വിചാരിച്ചു എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ് ഞാനും പറഞ്ഞത് എന്ന് പറയും. പിന്നെ വിശേഷങ്ങളൊക്കെ പറയും. എന്താ എൻ്റെ കുട്ടിക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത്തിരി സുഖക്കുറവുണ്ടെന്ന് പറയും. എന്താ ചേച്ചി എന്നെ ഒരുത്തൻ ചീറ്റ് ചെയ്യുന്നറിയാം, ആരെൻ്റെ മോളെ ചീറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അമലില്ല ചേച്ചി, ഞാനന്ന് പറഞ്ഞില്ലേ ചേച്ചി അന്ന് ഇവിടുന്ന് തല്ലി ഓടിച്ച് അവൻ എന്നെ ചീറ്റ് ചെയ്യുന്നറിയും. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് പറയും. അവനെ ഞാൻ ഒത്തിരി സ്നേഹിച്ചാണ് ചേച്ചി, അവനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പെണ്ണിൻ്റെ കൂടെ കണ്ടു എന്ന് പറയും. ഉറപ്പാണോ നീ കണ്ടതെന്ന് ചോദിക്കും. കണ്ടു ചേച്ചി എന്ന് പറയും. അതൊരാൾ ഇപ്പോൾ കസിൻ സിസ്റ്ററോ അല്ലെങ്കിൽ സ്വന്തം അനിയത്തി അങ്ങനെ ആയിക്കൂടെ, അങ്ങനെയൊക്കെ ഞാൻ സമാധാനിച്ചു എന്ന് പറയും.
അതെ ഞാൻ നിനക്ക് വിളിച്ച് ചോദിക്കായിരുന്നില്ലേ എന്ന് വെച്ചാൽ ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കണില്ല. അങ്ങനെ അവൻ എന്നെ ചതിക്കില്ലെങ്കിൽ അവനെയും കൊല്ലും ഞാനും ചാവും പറയും. അങ്ങനെയൊന്നും മോൾ ചിന്തിക്കരുത്. അത് സാരില്ല, നമുക്ക് ശരിയാക്കാം എന്ന് പറയണേ. എൻ്റെ ഫോൺ പോയി ചേച്ചി, ഡിസ്പ്ലേ പൊട്ടിയെന്ന് പറയും. അപ്പം അച്ഛനോട് പറയും മോനെ ഒരു ഫോൺ വാങ്ങിത്തരാമെന്ന് പറയും. അച്ഛനോട് പറയാൻ എനിക്ക് എന്തോ ഒരു വിഷമം. എന്നാൽ ഞാൻ വാങ്ങിത്തരാമെന്ന് പറയും. ചേച്ചിയുടെ കാശുണ്ടോ? പിന്നെ എൻ്റെ കയ്യിൽ കാശൊക്കെ ഉണ്ടെന്ന് പറയും. ഞാൻ അവിടെ നിന്ന് പോകുന്ന പോലെ ഒന്നല്ല എന്ന് പറയും. അതിന് ചേച്ചി എങ്ങനെ എനിക്ക് കാശ് തരും? നീ കടയിൽ പോയി നല്ലൊരു മൊബൈൽ തിരഞ്ഞെടുക്ക്, ഞാൻ ഓൺലൈനായിട്ട് പൈസ അടയ്ക്കാമെന്ന് പറയും. അതൊക്കെ ഞാൻ ആലോചിക്കാമെന്ന് പറയും. അപ്പോഴത്തേനും വൈജയന്തി വന്ന് വാതിലുമ്പോൾ മുട്ടും. ബബിതേ ബബിതേ എന്ന് വിളിക്കും. ചേച്ചി ഞാൻ വിളിക്കാട്ടാ, അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം അപ്പം ഇങ്ങനെ ബബിത ഇങ്ങനെ എന്തോ അലീന വൈജയന്തിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നു. ഇപ്പോൾ ബബിതനെ ചീത്ത പറയാൻ വേണ്ടിയിട്ടാവോ വിളിച്ചതെന്നൊക്കെ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയുടെ വീട് തന്നെയാണ്. അലീന ബാലചന്ദ്രൻ്റെ ഫോൺ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ അകത്തേക്ക് കയറി വരുന്ന സമയത്താണ് അച്ഛൻ ഇന്നലെ കുടിച്ചല്ലേ, അച്ഛൻ കുടിച്ചിട്ടാണല്ലേ വന്നത്, അച്ഛനോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ കുടിക്കരുതെന്ന്, അച്ഛൻ മര്യാദയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ടോ, അച്ഛനോട് എത്ര തവണ പറഞ്ഞ്, അവിടെ എന്ത് നടന്നാലും ഞാൻ അറിയും, അച്ഛൻ എന്തിനാ കുടിച്ചതെന്നൊക്കെ ഒരു 100 തവണ അച്ഛനെ വിളിക്കുന്ന കേട്ടപ്പോൾ സ്റ്റാൻലിക്ക് ഇങ്ങനെ വിഷമാവാണ്. ഇവിടെ ഒരാൾ കുടിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നത്, എനിക്ക് ഞാൻ ഇവിടുന്ന് പോകുമോ അപ്പോൾ അച്ഛാ, അധികം നാൾ ഞാൻ ഇവിടെ നിൽക്കില്ല, ഇവിടുത്തെ രാജകുമാരിയേക്കാൾ എനിക്കിഷ്ടം അവിടുത്തെ വേലക്കാരിയായിരുന്നു അച്ഛാ എന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റാലിൻ ഇങ്ങനെ കേട്ടിക്കണ്, അച്ഛാ കുടിക്കരുത് അച്ഛാ, ദൈവത്തെ ഓർത്ത് അച്ഛൻ കൃഷ്ണമോള് പറയണത് കേൾക്കണം എന്ന് പറയുന്ന മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കണം കേട്ടോ എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പെട്ടെന്ന് ഒന്നിങ്ങനെ ഇങ്ങനെ മുരട്ടനക്ക്. അപ്പോൾ ഞാൻ വിളിക്കാം അച്ഛാ, സ്റ്റാൻലി പപ്പ വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയും. അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ നാളെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിപ്പോകാനാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പപ്പ ഒരു റൂമിൽ ഞാനൊരു റൂമിൽ, രണ്ടാളും രണ്ട് ലോകത്ത്. അതുപോലെ തന്നെ പെരിച്ചായിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുറച്ച് ജോലിക്കാർ ഏത് നിമിഷവും എന്തും ചെയ്യും, എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച് നടക്കുന്നവർ, അങ്ങനെയൊക്കെ എല്ലാം തുറന്ന് പറയുന്നു ബാലചന്ദ്രനോട്. അപ്പോൾ ഇതൊക്കെ കേട്ട് സ്റ്റാലിൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണം. അതിന് ശേഷം ലീന ഫോൺ വയ്ക്കുമ്പോൾ മിസ്റ്റർ മേനോനായിരുന്നല്ലേ എന്ന് വയ്ക്കും. അതെ, എനിക്ക് മനസ്സിലായി നിൻ്റെ അച്ഛന്നുള്ള വിളി കേട്ടപ്പോൾ. അയാൾ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അതെ, എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്. നീ നിന്നെ അയാളെ ചീറ്റ് ചെയ്ത സ്ത്രീയുടെ മകളല്ലേ നീ, അതും ശരിയാണ്, അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്നിട്ടും അച്ഛൻ എന്നെ എങ്ങനെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നതെന്ന് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ടെന്ന് പറയും. അയാൾ നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് നിന്നെ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നപ്പോൾ തന്നെ എനിക്കും അത്ഭുതമായി, അങ്ങനെ ഒരാളും ചെയ്യില്ല എന്ന് പറയുന്നു. അതെ, അച്ഛനോളം വേറെ ആരുമില്ല ഞാൻ കണ്ടതിൽ വെച്ച്, ഏറ്റവും നല്ല മനുഷ്യനാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ എന്നോട് അച്ഛാന്ന് വിളിക്കാൻ അനുവാദം തന്നപ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ കരയുകയും ചെയ്തതെന്ന് പറയും. എന്നിട്ട് പിന്നെ പറയും, അത് പോട്ടെ, നീ എന്താ ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിക്കും. ഫാസ്റ്റിംഗ് ആണെന്ന് പറയും. ഫാസ്റ്റിംഗ് ശരീരത്തിന് നല്ലതാണെന്നാണ് പറയുക, പക്ഷേ നീ ആകെ വാടി തളർന്നിരിക്കണല്ലോ എന്ന് പറഞ്ഞ് ശരി എന്നും പറഞ്ഞ് നമ്മുടെ സ്റ്റാൻലി നേരെ അങ്ങോട്ട് പോകും. പാലീനെ അവിടെ തൂണിൻ്റെ അവിടെ ചാരി ഇങ്ങനെ താഴ്ത്തിരിക്കുന്നു. സ്റ്റാൻലി ഇങ്ങനെ എത്തിച്ച് നോക്കി നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെ അവസാനം. പ്രൊമോയിലാണെങ്കിൽ പിന്നീട് അലീനനെ സ്നേഹത്തോടെ വിളിച്ച് കൊണ്ടുകൊണ്ട്, അതായത് ഇന്നൊരു ദിവസം നീ തോറ്റു തരണം എന്ന് പറയും. ഇന്ന് ഞാൻ തോറ്റു തരാം, പക്ഷേ എന്നും ഞാൻ തോൽക്കില്ല പാപ്പ, കാരണം ജീവിതത്തിൽ എന്നും തോറ്റിട്ടുള്ളവളാണ് ഞാനെന്ന് പറയും. അതിനുശേഷം അലീനയ്ക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. പിന്നീട് ജോലിക്കാരനോട് പറയുന്നു, ഇങ്ങനെ അലീന പറയുന്നത് കേട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് പോകാമെന്ന് പറയും. എന്തായാലും അയാൾ അവിടുന്ന് പോകുന്ന ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് മനുവിനോട് അലീനയുടെ വിശേഷങ്ങളൊക്കെ പറയുന്നു. ഇപ്പോൾ പണ്ടത്തെ പോലെ സ്നേഹമില്ലല്ലോ, എൻ്റെ വിളിക്കുക വിശേഷങ്ങൾ അന്വേഷിക്കുകയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പരിഭവമൊക്കെ പറയുന്നൊരു ഭാഗമാണ് പ്രൊമോയിലും കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.